ഹലോ മച്ചന്മാരെ, നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു കന്നഡ മൂവിയാണ്. 2023 ഡിസംബർ 8 റിലീസ് ചെയ്തിട്ടുള്ള മൂവിയായിരുന്നു മരിച്ചി എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഇതിപ്പോൾ 2024 ആമസോൺ പ്രൈമിൽ ഇതിൻ്റെ പല ലാംഗ്വേജ് ലഭ്യമാണ്. ഞാൻ തമിഴാണ് കണ്ടത്. ആ മരിച്ചിയെ കുറിച്ച് കണ്ടപ്പോൾ ഒരു ത്രില്ലർ ചിത്രമാണെന്ന് തോന്നി, നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം തോന്നി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി പരിചയപ്പെടാം. സിദ്ധു ആണ് ഇതിൻ്റെ ഡയറക്ഷൻ രചന നിർവഹിച്ചിട്ടുള്ളത്. കാശി നോക്കിക്കഴിഞ്ഞാൽ വിജയ് രാഘവേന്ദ്ര, സോനു ഗൗഡ, ജു സന്ധ്യ തുടങ്ങിയവരൊക്കെ പ്രധാനമായി കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. വിജയ് രാഘവേന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജയസൂര്യയുടെ ഒരു ചെറിയ കട്ടുള്ള വ്യക്തിയാണ് വിജയ് രാഘവേന്ദ്ര. ചെറിയ റോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാൻ സാധിക്കും. അതല്ല വിഷയം. അപ്പോൾ ഇതൊരു ത്രില്ലർ മൂവിയാണ്, ഒരു സൈക്കോപാത്ത് ത്രില്ലർ മൂവിയാണ് വിശേഷം സാധിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഡ്യൂറേഷൻ ഏകദേശം 2.5 മണിക്കൂറിൻ്റെ അടുത്ത ഡ്യൂറേഷൻ വരുന്നുണ്ട്. മരിച്ചയെക്കുറിച്ച് പറയുമ്പോൾ മരിച്ചു കിടക്കുന്നൊരു പ്രതികാരം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അത് കാണുന്നവർ മരിക്കുന്നൊരു അനുഭവമാണ്. കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു ത്രില്ലർ ചിത്രം എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രെയിലർ മികവ് ഉയർത്തിയ ക്വാളിറ്റി ചിത്രത്തിന് ഉണ്ടായിരുന്നില്ല. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം തുടക്കം തൊട്ടും ഒടുക്കം വരെയും ഏറ്റവും വലിയ പ്രത്യേകത തോന്നുന്നു ഇതിൻ്റെ തിരക്കഥാകൃത്തിനും അല്ലെങ്കിൽ ഡയറക്ടർക്കും ഏറ്റവും വലിയ അഭിപ്രായമായത് പെട്ടെന്ന് തന്നെ പരിപാടി തീർത്ത് പോകണം എന്നുള്ള നിലയ്ക്കാൻ തോന്നുന്നുണ്ട്. കാരണം സ്റ്റാർട്ടിങ് തന്നെ ഈ എന്താണ് നമ്മുടെ തീമെന്ന് മനസ്സിലാക്കി തീർന്നുണ്ട്. പടപടാന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഓരോ സീൻ ബൈ സീൻസ് ഭാഗങ്ങളൊക്കെ കടന്നു പോകുന്നത്. കാരണം എവിടെ നിൽക്കാൻ നേരമില്ല. കാരണം ഫസ്റ്റ് ഹാഫ് അത്രയേറെ അതിവേഗം മുന്നോട്ട് പോകുന്നു. തുടക്കം തന്നെ ഒരു ഫോറസ്റ്റ് വെച്ച് ഒരു കൊലപാതകം നടക്കുന്നുണ്ട്. കൊലപാതകം നടക്കുമ്പോൾ നമ്മുടെ ഈ സൈക്കോ കില്ലർ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിൽ ആസിഡ് വയ്ക്കുക, തലയ്ക്കടിക്കുക, ഒരു പൂ വയ്ക്കുക, അതാണ് പരിപാടി. അങ്ങനെ ആ കൊലപാതകം ഫോറസ്റ്റ് വെച്ച് നടക്കുന്നു. ഒരു ഡോക്ടറായിരിക്കും ആ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടാവുക. പിന്നീട് ഒരു ബീച്ചിൻ്റെ സൈഡ് അങ്ങനെ കൊലപാതകം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ കഥാനായകൻ ഡിപ്രഷൻ അടിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചാലഞ്ചിങ് കേസ് കൊടുക്കുകയാണ്. അങ്ങനെ കേസ് കൊടുക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഈ കേസ് അന്വേഷിക്കുന്നു, അതുമായി മുന്നോട്ട് പോകുന്നു. അന്വേഷിക്കും തോറും ഒരു സൈക്കോപാത്തിൻ്റെ അടുത്താണ് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി പോകുന്നുള്ളതിനെ അടുപ്പിച്ചടുപ്പിച്ച് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞ കാര്യം തുടക്കം തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കൊലപാതകം നടക്കുന്നു. കാരണം എന്താണ് ഈ പ്ലേസ്മെൻറ്റ് പരിപാടിയും കാര്യമൊന്നും ആലോചിക്കുന്നില്ല. ഒരു സീൻ കാണിക്കുന്നു, ഒരു ഡോക്ടർ ഫോറസ്റ്റിനുള്ളിലേക്ക് റിസർച്ചിന് വേണ്ടി വരുന്നു, കൊല ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാം ഇന്നൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറെ പ്രണയം പരിപാടിയും കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അത് വേറെ കേസ് മടുപ്പിക്കേണ്ട അപ്പുറമായിരുന്നു. രണ്ടുപേരെ ആക്ടിങ് വേർപ്പിച്ച് കൈ തന്നുണ്ട്. ഇപ്പുറത്തെ വീണ്ടും നമ്മുടെ പോലീസുകാരനെ കാണിക്കും. അപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറോട് ചോദിക്കുന്ന ഭാഗം പെട്ടെന്ന് അടുത്ത ഡോക്ടർ മറുപടി പറയുന്നു. അടുത്ത ഡോക്ടർ മാറി രണ്ടുപേരും മാറി അവിടെ തന്നെ ഭയങ്കര സ്പീഡുള്ള പോലെ തോന്നി. അങ്ങനെയാണ് അറിഞ്ഞത് ഈ ഒരു സൈക്കോപാത്താണ് പ്രധാനമായിട്ടും ടാർഗറ്റ് ഡോക്ടർമാരാണ് പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിരന്തരമായി ഇങ്ങനെ ഈ കൊല ചെയ്യപ്പെടുന്നു. ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരേ കാറ്റഗറിയിൽ പെടുന്ന ഡോക്ടർമാർ ഈ കൊല ചെയ്തവരെ ചുണ്ടിൽ ആസിഡ് ഒഴിക്കുന്നു. ആസിഡ് ഒഴിച്ചിട്ട് അവർക്കരികിലേക്ക് ഒരു പൂ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ പൂവുമായി അന്വേഷണം പോകുന്നത് ഈ സൈക്കോ കില്ലർ എന്താണ് സംഭവം എന്നൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. യാതൊരു പിടിയും കിട്ടുന്നില്ല. കാരണം ഈ ഒടുക്കം വരെ ഈ ആയിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സെക്കൻഡ് ഹാഫിലോട് കടക്കാനുള്ള അവസാന ക്ലൈമാക്സിൽ എത്തുമ്പോൾ സ്റ്റോറി പോകുന്നുണ്ട്. സ്ഥിരം പാസം പരിപാടിയും കാര്യമൊക്കെയാണ്. അതായത് നാട്ടുകാരുള്ള പ്രതികാരം, അതായത് പ്രതികാരം ചെയ്യപ്പെട്ട ഒരു നാട്ടുകാരൻ അവർ വീണ്ടും ഈ നാട്ടുകാരെ ദ്രോഹിക്കാൻ തീരുമാനിക്കുന്നു. എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു ഡോക്ടർ തന്നെയാണ് ഈ കൊലപാതകം പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഈ കൊലപാതകം ചെയ്യുമ്പോൾ അത് ഡോക്ടർമാർ കണ്ടുപിടിക്കുന്നു. ആ ഡോക്ടർമാരെ കൊല്ലാൻ വേണ്ടി നടക്കുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റോറിയായി യൂസ് ചെയ്യാൻ ശ്രമിക്കാൻ. സ്കൂളായിട്ട് സ്പോയിലറായി പറഞ്ഞാലും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിലില്ല. കാരണം ഒരു അബദ്ധം പിടിച്ചൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എടുത്തു പറഞ്ഞ പശ്ചാത്തലമായ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാമായിരുന്നു. ചില ഇമോഷണൽ സീൻസ് വരുന്നുണ്ട്. കണ്ടിട്ടാവുന്നില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം. പാട്ടുകളൊക്കെ വൻ പദമായിരുന്നു. പ്രകടനത്തിൻ്റെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ വില്ലനെ കുറിച്ച് പറയുമ്പോൾ ഒരു ശോകം പിടിച്ചൊരു വില്ലനാണ് രണ്ടും. അയ്യോ പാവെന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു. അവസാനം ഒക്കെ തേഞ്ഞൊട്ടിച്ചിട്ടുണ്ട് വില്ലനെ കുറിച്ച് പറയുമ്പോൾ. അത് ഏറ്റവും വലിയ നെഗറ്റീവ് എനിക്ക് തോന്നി. പോസിറ്റീവിലോട്ട് പറയുമ്പോൾ നമ്മുടെ നായകൻ്റെ പ്രകടനം കുഴപ്പമില്ല. ഒരു എയർ പിടിച്ചുള്ള പ്രകടനമാണെങ്കിലും ആദ്യം ചിരിക്കുമെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇന്നേരെ പടത്തിൽ. അപ്പോൾ ഫുൾ സീരിയസ് ആണ്. മൂപ്പർ എന്തൊക്കെയോ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരേ ടൈമിൽ 2 വ്യക്തികളായി കാണിക്കും. ഒരാൾ ഇവിടെ നിന്ന് എഴുതുന്നു, ഒരാൾ ചിന്തിക്കുന്നു. കാരണം ആളിങ്ങനെ തോന്നലോടെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കേസ് ഇങ്ങനെ തെളിയിക്കണം അല്ലെങ്കിൽ പണി നിർത്തി പോകാനൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾ മോശമല്ലാത്ത രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചു. ആളെ കൂടെയുള്ള വ്യക്തികൾക്കും ഞാൻ സപ്പോർട്ട് ചെയ്ത് നടക്കും. സാർ അവിടെ ഒരു കേസുണ്ട് സാർ, ഇങ്ങനെ കൊലപാതകം നടന്നു സാർ എന്ന് പറയാനുള്ളൂ. അവരും വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തു. അതിപ്പോൾ 2 പ്രണയിതാക്കളിൽ കടന്നു വരുന്നുണ്ട്. വൻ വെറുപ്പിക്കലായിരുന്നു. ആ പെണ്ണും പിന്നെയും കുഴപ്പമില്ല. അതിലൊരു നായക കഥാപാത്രം ചെയ്യുന്നുണ്ട്. അവളുടെ പേരായിട്ട് വരുന്ന കഥാപാത്രമുണ്ട്, ഡോക്ടർ ആര്യ, പേരറിയില്ല. ഉന്നത്തെ പടത്തിലെ കൂടെ കണ്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഗംഭീരമായിട്ട് വെറുപ്പിക്കലാണ്. ഇക്ലിട്ടാ പോലെ ഇമോഷൻസ് വരാത്തുള്ള ഒരു അവസ്ഥയായിരുന്നു ആ ചക്കര കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊല ചെയ്യുന്ന പെടക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ലെങ്കിലും അവസാനിപ്പിക്കണം. അവസാനം കുറേ വില്ലൻ്റെ കുറേ സെൻറ്റിമെൻറ്റ്സും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സമൂഹത്തോടുള്ള എൻ്റെ പോരാട്ടം അല്ലെങ്കിൽ ഒരു നാടിനോടുള്ള എൻ്റെ ശത്രുത, എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെ വേണ്ടി കുറേ സീനൊക്കെ കാണിക്കുന്നുണ്ട്. കാര്യമൊന്നുമില്ല. അവിടെയൊക്കെ അങ്ങനെ ഏർപ്പിക്കുന്നു. നോക്കിയപ്പോൾ നമ്മുടെ പടം കൈവിട്ട് പോയി. ഏകദേശം മനസ്സിലായി എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ മനസ്സിലായി.
വെറുപ്പിക്കുന്ന ഒരു അഞ്ചേരി കളി തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ എന്താ പറയുക മരിച്ചിനെ കുറിച്ച് പറയുമ്പോൾ മരിച്ചിട്ട് കാണാൻ താല്പര്യം എന്തായാലും കണ്ടു നോക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. വെരി വേസ്റ്റ് ഫിലിം അല്ലെങ്കിൽ ബിലോ എവറേജിനും താഴെയുള്ള അനുഭവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് തീർച്ചയായിട്ടും ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക ജസ്റ്റ്. അപ്പോൾ കാണാൻ താല്പര്യം നമ്മുടെ റിവ്യൂ നോക്കി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പോലെ നമ്മുടെ ഇഷ്ടപ്പെട്ടത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നതിന് കാത്തിരിക്കാതെയും ബൈ ബൈ ഫ്രണ്ട്സ്.